നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മരണം സ്വാഭാവികമാണോ അല്ലയോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് നെയ്യാറ്റിൻകര CI SP പ്രവീൺ മീഡിയ വണ്ണിനോട് പറഞ്ഞു. 3 റിപ്പോർട്ടുകൾ വന്നാലേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. മരണകാരണം വ്യക്തമല്ല എന്നാണ് ഫോറൻസിക് ഡോക്ടർമാരും പറയുന്നത്. ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഇല്ല എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം. പ്രാഥമികമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് റിസൾട്ട് വെയിറ്റിംഗ് ആണ്. ഇതൊരു സ്വാഭാവിക മരണമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. സ്വാഭാവികമാണോ അസ്വാഭാവികമാണെന്ന് പറയാൻ പറ്റില്ല. റിസൾട്ട് വേണം. ആ 3 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലേ സ്വാഭാവികമാണോ അസ്വാഭാവികമാണെന്ന് പറയാൻ പറ്റുള്ളൂ. നിലവിൽ മരണകാരണമായിട്ടുള്ള ഒന്നും ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടോ? അങ്ങനെയല്ല, അത് സസ്പീഷ്യസ് ആയിട്ടുള്ളെല്ലാം ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ട്, പിന്നെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട്, FS റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എത്ര ദിവസം എടുക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? പറയാൻ പറ്റില്ല. അത് ലാബിൽ നിന്ന് വരുന്ന പോലെ. ഈ കുടുംബം പറയുന്നത് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇവർക്കെതിരെ പരാതി കൊടുത്ത ആളുകൾക്ക് ഇതെല്ലാം നിയമപരമായിട്ടാണ്. അത് നിയമപരം സ്വീകരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഗോപാൽ ശിലാസലിനൊപ്പം സൈഫ് സൈനുലാബ്ദീനും നൽകും. ആദ്യം ഗോപാലിലേക്ക്. ഗോപാൽ, മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റി എന്ന് മനസ്സിലാക്കുന്നു. ഇനി നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. എങ്ങനെയൊക്കെ ഈ സംസ്കാരം നടത്താനാണ് കുടുംബത്തിന്റെ പ്ലാൻ? സൈഫുദ്ദീൻ, മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ നിന്ന് ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം നെയ്യാറ്റിൻകരയിലുള്ള നിംസ് ആശുപത്രിയിൽ ഇന്ന് മൃതദേഹം മോർച്ചറിയിൽ വെക്കുകയാണ് എന്നതാണ് കുടുംബം എടുത്ത തീരുമാനം. ആ തീരുമാനത്തെ തുടർന്ന് ഇപ്പോൾ നിംസ് ആശുപത്രിയിലേക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിനായി മൃതദേഹം എത്തിച്ച് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നാളെ ഒരു മഹാസമാധി എന്ന നിലയ്ക്ക് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് കുടുംബം ആലോചിക്കുന്നത്. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ചടങ്ങായി നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഇത് നടത്തും എന്ന് കുടുംബം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ വ്യക്തത വരാൻ ഏറെ കാര്യങ്ങൾ ബാക്കിയുള്ളപ്പോഴും സംസ്കാര ചടങ്ങുകൾ ഇങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ കോളിളക്കങ്ങൾക്കും ദുരൂഹതകൾക്കും ഒടുവിൽ ആ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുകയാണ്. അതിൽ അസ്വാഭാവികതയുണ്ടോ അതോ സ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് അധികൃതരും ഇവരുടെ ഈ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ പ്രതികരണത്തിലേക്ക് നമുക്കത് പോകാൻ തോന്നുന്നു. എൻ്റെ പേര് പുഞ്ചക്കരി സുരേന്ദ്രൻ. ഞാൻ അഖിലേന്ത്യാ നാടാർ അസോസിയേഷൻ്റെ ചെയർമാനാണ്. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി കേരളത്തിലെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു സമാധിയായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ സമാധിയെ ചില സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാദമാക്കുകയും ആ സമാധിക്ക് വിഘ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതാണ് ഇന്ന് ആ സമാധിയെ പുറത്തെടുത്ത് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ആ ബോഡിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സയന്റിഫിക് വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം. വിശദമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 ആഴ്ച കഴിയുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുക. പക്ഷെ ഒരു കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 9-ാം തീയതി സമാധിയായിട്ടുള്ള സ്വാമികളുടെ ആ കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിലും മുൻമുനയിൽ നിർത്തിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിൽ കൊള്ളാത്ത വിഭാഗക്കാരായിട്ട് ചിത്രീകരിക്കുവാനും സമാധി ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുവാൻ പോലും തയ്യാറായിട്ടുള്ള കുടുംബമാണ്, പുത്രനാണ്, ഭാര്യയാണ്, മക്കളാണ് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാർ ഇവിടെ പ്രചരിപ്പിച്ചത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഇനിയെങ്കിലും സമാധി എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പഠനാത്മകമായിട്ടുള്ള സമീപനം നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നാളെ ഇന്നിപ്പോൾ ബോഡി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്വാമികൾ പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരിക്കും, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും സമാധി നടത്തുന്നത്. നാളെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ വളരെ വലിയ ഒരു ചടങ്ങോടുകൂടി ആചാര്യന്മാരുടെ, സന്യാസി ശ്രേഷ്ഠന്മാരുടെ
സഹായത്തോടു കൂടി നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശം അനുസരിച്ച് വ്യവസ്ഥാപിതമായിട്ട് തന്നെയായിരിക്കും നാളെ അവിടെ സമാധി ഇരുത്തുന്നത്. അതുവരെ നാളെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ് ആ ചടങ്ങ് നടക്കുക. ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം സമാധി ഇരുത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ? അല്ല, ഞങ്ങൾ ആചാര്യന്മാരുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ നമുക്കറിയാൻ സാധിക്കും, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പും ആചാര്യ സമൂഹങ്ങളുടെ ഇടയിൽ നിന്നും എല്ലാവർക്കും സംശയങ്ങളായിരുന്നല്ലോ. ഈ തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഭക്തന് സന്യാസം സ്വീകരിക്കാൻ കഴിയുമോ? ധ്യാനം നടത്തുവാൻ സാധിക്കുമോ? അദ്ദേഹത്തിന് സമാധിയാകുവാൻ സാധിക്കുമോ? ഇതൊക്കെ ആയിരുന്നല്ലോ സംശയങ്ങൾ. ഇവിടെ ആ സംശയങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ഗോപൻ സ്വാമി സമാധിയായിട്ടുള്ളത്. ഏതൊരു മനുഷ്യനും അല്ലെ പറഞ്ഞോട്ടെ, ഏതൊരു മനുഷ്യനും ഭക്തനാണെങ്കിൽ, വ്യവസ്ഥയനുസരിച്ച് ധ്യാനം ചെയ്യുവാൻ കഴിവുള്ള ആളാണെങ്കിൽ, യോഗാഭ്യാസം നടത്തുവാൻ കഴിവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സമാധിയാവുവാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ നമുക്ക് കേവലം ആ അറിവുകളുടെ കുറവ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത്.